അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, സുദീർഘമായി ഒന്നും പറയണ്ട, ഒറ്റ കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തിയിട്ട് പിരിയും. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മഹ്ശറിലെ ഭീകരമായ അവസ്ഥകളും അവിടെയുള്ള ചില അത്ഭുതങ്ങളും പ്രത്യേകതകളൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞത്. എന്നാൽ മഹാനായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ മഹ്ശറിൽ വലിയ വിജയം കിട്ടണ ചില ആളുകളുണ്ട്. അതായത് മുത്ത് ഹബീബിന്റെ വലിയ സഹായം അവർക്കുണ്ടാകും. അതാരാന്നറിയങ്ങള്? ദുനിയാവുന്ന ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ അങ്ങനെയാണ്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് മഹ്ശറിൽ ഞാനുമായിട്ട് വലിയ ബന്ധം ഉണ്ടാകൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കാരാണ്. അല്ല, ഈ നല്ലോണം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കുള്ള പ്രത്യേക കാര്യങ്ങള്, ഓൽക്ക് മരണമാസന്നമാകുമ്പോൾ തന്നെ മുത്ത് ഹബീബിന്റെ സഹായം ലഭ്യമാകുന്ന കാല ബഅ്ദുൽ ആരിഫീന, ചില ആരിഫീങ്ങളായ ചില മഹാന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങള്, ചില മനുഷ്യന്മാര് അവരുടെ ഷെഅ്ൻ എന്താന്ന് ചോദിച്ചാൽ ധാരാളം സ്വലാത്ത് ചൊല്ലലാണ്. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് യഹ്ളുറുഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി, ഓലും മരിക്കാൻ അടക്കുമ്പോ മുത്തുനബി തങ്ങൾ തന്നെ അവിടെ ഹാജറാകുന്നു. എത്താ മനുഷ്യന്റെ ഭാഗ്യം നോക്കുകയാണെങ്കിൽ. എന്തേ ആ മനുഷ്യൻ ചെയ്തതിന്? എന്ത്? ധാരാളം സ്വലാത്തില്ല. മരിക്കണ സമയത്ത് തന്നെ അങ്ങനെയാണ്. മരണം കഴിഞ്ഞാലോ പിന്നെ മഹ്ശറിൽ എന്തായാലും മുത്ത് ഹബീബിന്റെ ശഫാഅത്തും ഹൗദുൽ കൗസർ പോലും ഉണ്ടാകും. കാരണം ഒരു വലിയ സ്വലാത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, പ്രായമായ ആൾക്കാരൊക്കെ കുറെ സ്വലാത്തൊക്കെ ചൊല്ലുന്നുണ്ടാവും. ചെറുപ്പക്കാരായ നമ്മളും ഒക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ധാരാളം സ്വലാത്തിലാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മളെ നിസ്കാരത്തിന് കാരണമാക്കി തരട്ടെ. നോക്കൂ, നിങ്ങൾ കിതാബുകളിൽ മഹാന്മാര് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. വലിയ ഫഖീറായ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഇയാൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങൾ മുഴുവനും അയാൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് പെട്ടെന്നൊരു രോഗം പിടിപെട്ട് അയാൾ മരണാസന്നനായി. അയാളുടെ ബന്ധപ്പെട്ടവരും വീട്ടുകാരും ഒക്കെ അയാളുടെ ചുറ്റുഭാഗത്തിരിക്കുന്നുണ്ട്. എല്ലാവരും മരണാസന്നനായി ചെറുപ്പക്കാരന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരന് ഏറ്റു ചൊല്ലാൻ കഴിയുന്നില്ല. അയാളുടെ മുഖം ഇങ്ങനെ കറുത്തിരുണ്ടതുപോലെ ആവുകയാണ്. വീട്ടുകാർക്ക് പ്രയാസമായി, ചുറ്റുഭാഗത്തിരിക്കുന്നവർക്ക് പ്രയാസമായി. എന്താണ് ഈ ചെറുപ്പക്കാരന് പറ്റിയതെന്നറിയാതെ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു വർത്തമാനം പറയുകയാണ്. യാ അബൽ ഖാസിം ഇന്നി ഉഹിബ്ബുക വ മുക്സിറും മിനസ് സ്വലാത്തി അലൈക. ആ മരണ സമയത്ത് നബി തങ്ങളെ വിളിച്ചു അയാൾ. യാ അബൽ ഖാസിം, ഓ പ്രിയപ്പെട്ട നബിയേ, ഇന്നി മുഹിബ്ബുക, ഞാൻ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. വ മുക്സിറും മിനസ് സ്വലാത്തി അലൈക, നിങ്ങളെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനുമാണ്. ഈ ഒരൊറ്റ വർത്താനം അയാൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. ആ മരണാസന്നനായ ചെറുപ്പക്കാരന്റെ സമീപത്ത് കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കാണുമാർ ഒരു വെളുത്ത നിറത്തിലുള്ള പക്ഷി ഇങ്ങനെ പറന്നു വന്ന പെരീക്ക്. ആ വീട്ടിലേക്ക് നല്ല വെളുത്ത നിറത്തിലുള്ള ഒരു പക്ഷി പറന്നു വരികയാണ്. ആ പക്ഷി വന്നിട്ട് അതിന്റെ ചിറക് കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ മുഖമൊന്നിങ്ങനെ തടവുകയാണ്. പക്ഷി തിരിച്ചുപോയി, അത് തിരിച്ചു പറന്നു. അപ്പോഴേക്കും ഈ ചെറുപ്പക്കാരന്റെ മുഖം ഉണ്ടല്ലോ, അതിങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങി, വല്ലാതെ പ്രകാശിക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോ ബന്ധപ്പെട്ടവരെ മുഴുവനും ഓടി വരികയാണ്. വേഗം മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടുപോയി മറമാടുകയാണ്.
കബറടക്കം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരാനൊരുങ്ങുമ്പോ ആ ചെറുപ്പക്കാരന്റെ കബറിടത്തിൽ നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ ഇവിടെ കബറടക്കാൻ വന്നവരെ, നിങ്ങളെല്ലാവരും ഈ ചെറുപ്പക്കാരനെ കബറടക്കാനല്ലേ ഇവിടെ വന്നത്? എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഈ സമയം അവന്റെ കബറിലില്ല. ഈ മനുഷ്യൻ ചൊല്ലിയിരുന്ന സ്വലാത്തുകൾ ഉണ്ടല്ലോ, ഖദ് അഖദതുഹു മിനൽ ഖബരി വവദഅതുഹു ഫിൽ ജന്ന. ആ സ്വലാത്ത് ഇയാളെടുത്ത് സ്വർഗത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ. ഖബറിന്റെ അടുക്കുന്ന ഒരു വിളിയാളം മറമാടി മടങ്ങി പോണ ആളുകളൊക്കെ. അന്നത്തെ രാത്രിയോ, അന്ന് രാത്രി ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട പലരും ഈ ചെറുപ്പക്കാരനെ സ്വപ്നത്തിൽ കണ്ടുവന്ന, എങ്ങനെ അദ്ദേഹം ആകാശ ഭൂമികൾക്കിടയിൽ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ പറയുന്ന വർത്തമാനം എന്താ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഖുർആനിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ ആയത്താണ് ഈ ആയത്തോതി. ആകാശ ഭൂമികൾക്കിടയിലൂടെ ഇയാൾ സഞ്ചരിക്കുന്നതായി അന്ന് പലരും ഈ ചെറുപ്പക്കാരന്റെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നല്ലോണം സ്വലാത്ത് ചൊല്ലിയാല് മരിക്കണ സമയത്ത് തന്നെ മുത്തുനബി തങ്ങളെ സഹായം ഉണ്ടാവും. പിന്നെ മഹ്ശറിൽ വന്നാലോ, അവർ മഹ്ശറിന്റെ ഭീകരത അറിയേണ്ടതില്ല. മഹ്ശറിന്റെ ഒറ്റപ്പെടലുകൾ അവർക്കില്ല. കാരണം അവരെ സഹായിക്കാൻ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. എന്താ സ്വലാത്ത്? അങ്ങനത്തെ ഒരു അമല് വേറെ ഏതാണുള്ളത്? സ്വലാത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹും അവന്റെ മലക്കുകളും മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ളവരെ, നിങ്ങളും സ്വലാത്തും സലാമും നിർവഹിക്കുക. ഏത് അമലിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? നിസ്കാരത്തെ പറ്റി. അള്ളാഹു മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കൂ. അള്ളാഹു മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യൂ. അള്ളാഹു മലക്കുകളും നോമ്പെടുക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പെടുക്കൂ. അള്ളാഹു മലക്കുകളും സ്വതക്ക നൽകുന്നുണ്ട്, നിങ്ങൾ സ്വതക്ക നൽകൂ. ഒരു അമലിനെ കുറിച്ചും ഈ ഒരു ശൈലി അള്ളാഹു പറഞ്ഞിട്ടില്ല. സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളിട്ടോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അള്ളാഹു സദാസമയം അത് നിർവഹിക്കുന്നുണ്ട്. ആകാശലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ അവർ മുത്തുനബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിലാണ്. പരിശുദ്ധ റമളാനിലെ 15ാമത്തെ രാത്രിയിൽ നമ്മൾ തറാവീഹ് നിസ്കരിച്ചില്ലേ? ഇന്നത്തെ തറാവീഹുകാർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയുമോ? യുസല്ലി അലൈഹിൽ മലായിക. ഇന്ന് തറാവീഹ് നിസ്കരിച്ചവരുടെ പേരിൽ മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുകയാണ്. വഹമലത്തുൽ അർശി വൽ കുർസി. അല്ലാഹുവിന്റെ സിംഹാസനമായ അർശിന്റെയും കുർസിന്റെയും വാഹകരായ മലക്കുകളില്ലേ, അവരൊക്കെ ഇന്നത്തെ നിസ്കാരക്കാരുടെ മേലിൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഇന്ന് രാത്രി മലക്കുകളുടെ സ്വലാത്ത് കിട്ടുന്ന ആളുകളിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. അമ്മനികളെ, ഇന്ന് ഞാൻ മസാല പറയണില്ല, ഇന്നൊരു വലിയ സന്തോഷം പറയാനുള്ള ദിവസമാണെന്ന്. ഇപ്പൊ മദ്രസയിലെ കുട്ടികളുടെ പൊതുപരീക്ഷന്റെ റിസൾട്ടൊക്കെ അറിഞ്ഞല്ലോ, അൽഹംദുലില്ലാ. കുറെ കുട്ടികളൊക്കെ നല്ല ഉന്നതമായ വിജയം വരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല വിജയിച്ച കുട്ടികളെ, അല്ലാത്ത കുട്ടികളൊക്കെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു നൽകി നാടിനും ഈ ഉമ്മത്തിനും സുന്നത്തി ജമാഅത്തിനൊക്കെ ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളായി അള്ളാഹു നമ്മളൊക്കെ മക്കളെ മാറ്റി തരട്ടെ. അതോടുകൂടി ഇന്ന് നമ്മളെ ദർസ് വാർഷിക പരീക്ഷയുടെ, അതും പൊതുപരീക്ഷ പോലെ ഇപ്പോ ജമിയത്തുൽ മുദരിസീൻ നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയാണ് നമ്മളെ ദർസ് വാർഷിക പരീക്ഷയൊക്കെ നടത്തല്. ഞാൻ മുമ്പ് നിങ്ങളോട് പലതവണ അത് സൂചിപ്പിച്ചതാണ്. നമ്മളെ ദർസ് വാർഷിക പരീക്ഷയുടെയും റിസൾട്ട് വന്ന ദിവസമായിരുന്നു ഇന്ന്. നമ്മളെ ദർസിന് അൽഹംദുലില്ലാ വലിയ സന്തോഷമുള്ള റിസൾട്ടുകളാണ് വന്നത്.
18 കുട്ടികളാണ് നമ്മളെ ദർസിൽ പരീക്ഷ എഴുതിയത്. 100% വിജയമുണ്ട്. ഈ 18 കുട്ടികളും നല്ല മാർക്കോട് കൂടി വിജയിച്ചു എന്ന് മാത്രമല്ല 6 കുട്ടികൾക്ക് നമ്മളെ ദർസിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ടോപ്പ് പ്ലസ് കിട്ടണമെങ്കിൽ എഴുതിയ വിഷയത്തിലൊക്കെ 97 അതിന്റെ മേലക്കും വേണം. 96 വരെ നമ്മളെ കുട്ടികൾ എത്തിയവരുണ്ട്. അപ്പൊ ഒരു മാർക്കിനൊക്കെയാണ് ഡിസ്റ്റിങ്ഷൻ എന്തായത് അർത്ഥം, പോയത് എന്നർത്ഥം. 6 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, 6 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്. അപ്പൊ നല്ല വിജയമാണ്. ഈ 18-ൽ 12 ആളുകളും നല്ല ഹൈ ലെവൽ വിജയത്തിലാണുള്ളത്. ബാക്കി കുട്ടികളൊക്കെ നല്ല തിരക്കടില്ലാത്ത വിജയം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അൽഹംദുലില്ലാ. ഇനി അത് നിങ്ങളോട് പ്രത്യേകം നന്ദിയും സന്തോഷം പറയാനുള്ള കാരണം ഈ 5 കൊല്ലം ഞങ്ങളെയും കുട്ടികളൊക്കെ പോറ്റിയതും ഭക്ഷണം തന്നതും വസ്ത്രം തന്നതും സൗകര്യം തന്നതും ഒക്കെ കിഴക്കേ പാണ്ടിക്കാട് മഹല്ല് നിവാസികളായ ഞങ്ങളാണ്. അല്ലാഹു തആല ഞങ്ങളെ ആ സഹായങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മളെ സയ്യിദ് മൗലിയാർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. നമ്മളെ അന്താതന ചെറിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. മറ്റേ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഈ കുട്ടിക്കൊക്കെ നല്ല വിജയമുണ്ട്. അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ നല്ല വിജയത്തിൽ തന്നെയാണ്. അത് വലിയൊരു സന്തോഷമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പരിസരത്തുള്ള ദർസുകളിലൊന്നും ഇത്ര തോനെ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയ ദർസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഏതാണെങ്കിലും അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിച്ചു തരട്ടെ. സാന്ദർഭികമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളോടും നമ്മളെ ഈ ഓൺലൈനിലൂടെ നമ്മളെ ഈ തറാവിന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും കൂടി പറയാനാണ്. ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ ശേഷം നമ്മളെ ദർസുക്ക് ഒരു 2 കുട്ടികൾക്കുള്ള അഡ്മിഷന് കൂടി അവസരമുണ്ട്. ഇപ്പൊ നിലവിലുള്ള കുട്ടികളിൽ 4 കുട്ടികൾ അൽഹംദുലില്ലാ നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കോളേജിലേക്ക് പോകാനുള്ളവരാണ്. 2 കുട്ടികൾ ബാഖിയാത്തു സ്വാലിഹാത്ത് വെല്ലൂർക്കാണ് പോകാനുള്ളത്. 2 കുട്ടികൾ ജാമിയയിലേക്ക് പോകാനുള്ള കുട്ടികളാണ്. നിങ്ങളൊക്കെ ആ കുട്ടികൾക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അവരൊക്കെ ഉഖറവിയായ ആലിമീങ്ങളിൽ മുത്താലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ 3 കുട്ടികൾ 5 കൊല്ലം നിങ്ങളെ ഭക്ഷണം കഴിച്ച് നിങ്ങളെ വസ്ത്രം ഉപയോഗിച്ച് നിങ്ങളെ സംരക്ഷണത്തിൽ കഴിഞ്ഞ് ഒലിപ്പിയ റമദാൻ കഴിഞ്ഞതോടുകൂടി ഒരു ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് ആ കുട്ടികൾ പോണ ഗ്യാപ്പിക്ക് വരുന്ന ഒഴിവിലേക്ക് ഒരു 3-4 കുട്ടികൾ പുതിയ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി 2 കുട്ടികൾക്ക് കൂടിയുള്ള അഡ്മിഷൻ ഉണ്ട്. പക്ഷെ ഞാൻ നോമ്പിന്റെ ദേശം ദർസ് നമ്മളെ KK പാണ്ടിക്കാട് ഈ പള്ളിയിലല്ല നമ്മുടെ ദർസ്, അരീക്കോട് എടവണ്ണപ്പാറ അടുത്ത് ചീക്കോട് എന്ന് പറഞ്ഞ മഹല്ലിലാണ്. എല്ലാ ദർസുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മതപഠനത്തിനും ഭൗതിക പഠനത്തിനൊക്കെ എല്ലാ സൗകര്യവുമുള്ള മഹല്ലിൽ തന്നെയാണ് ഞാൻ നോമ്പിന്റെ ശേഷം ദർസ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങളെ കുട്ടികളെ പേരക്കുട്ടികളെ ദർസിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരിൽ ആരെങ്കിലും ഒക്കെ കുട്ടികളെ ദർസിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7 കഴിഞ്ഞ കുട്ടികൾ, 7 കഴിഞ്ഞോല് 8 കഴിഞ്ഞോല് 9, 10 ഒക്കെ പരീക്ഷ ചെയ്ത കുട്ടികളൊക്കെ പറ്റും. അവർക്കുള്ള സ്കൂൾ പഠനവും ഭൗതിക പഠനവും ദർസ് പഠനവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും അവിടെ ഉണ്ട് താനും. അപ്പൊ ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കണമല്ലുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ മക്കളെയും നമ്മളെ ശിഷ്യന്മാരൊക്കെ സ്വാലിഹ്യങ്ങളിലാക്കി തരട്ടെ. കുറെ ആൾക്കാര് പ്രത്യേകം മരിച്ചവർക്ക് ദ്വാരക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ മിഞ്ഞാന്ന് മരിച്ച നൗഷാദ് മൗലിയാരല്ലേ പേര്, മൂപ്പരം 3 നമ്മളൊരു ഫാത്തിഹ ഓതുന്നുണ്ട് ദ്വാരക്കൽ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ ഈ ദുആയും ഞങ്ങൾ ഓതിയ ഖുർആനും ഞങ്ങളെ നിസ്കാരവും ഈ മജ്ലിസും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ഇൽമും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്.
റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മജ്ലിസിലിരിക്കുന്ന ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഈ മഹത്തായ മജ്ലിസ് ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. അവരുമായൊക്കെ ബന്ധപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അവർക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നൗഷാദ് മുസ്ലിയാരുടെ 3 അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഈ മജ്ലിസ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ പുത്തനത്താണി ഭാഗത്തുള്ള ഫസ്ലി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ വല്യമ്മ മരിച്ച ദിവസമാണ് പിന്നെ റമദാൻ 15. ആ ഉമ്മാന്റെ പേരിൽ പ്രത്യേകം ഇന്ന് ഉമ്മാന്റെ വല്യമ്മാന്റെ ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വല്യമ്മയുമായി വല്ലാത്ത സ്നേഹബന്ധമുണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്. കഥകളൊക്കെ കേട്ടപ്പോ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ആ ചെറുപ്പക്കാരന്റെ വല്യമ്മാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കാൻ അവർക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. അവർ നൽകിയ സ്വതക്കകളുടെ സവാബ് ഉമ്മാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ ഒക്കെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹ് ഒരു സഹോദരി വിളിച്ച് അതിന്റെ ഉമ്മാക്ക് ട്യൂമറാണ്, 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, 3ാമത്തെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉമ്മാക്കത് താങ്ങാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ആ ഉമ്മാക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. റബ്ബേ ഒരു സഹോദരൻ കടം വീടാനും മക്കളെ ജോലി ശരിപ്പെടാനും ദുആ ചെയ്യാൻ പറഞ്ഞതിന്റെ സ്നേഹിതനാണ്. റബ്ബേ അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒക്കെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ബന്ധപ്പെട്ടവരുടെ ഒക്കെ ജോലികളിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. റബ്ബേ ഇന്ന് ഞങ്ങളെ ദർസിലെ കുട്ടികളെ പരീക്ഷ റിസൾട്ട് വന്ന ദിവസമാണ്. 20ഓളം കുട്ടികൾ പരീക്ഷ ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് എല്ലാ കുട്ടികൾക്കും നല്ല ഉന്നതമായ വിജയമുണ്ട്. റബ്ബേ അതിന് ആ കുട്ടികളെ പ്രാപ്തരാക്കിയത് ഭക്ഷണം തന്നതും വസ്ത്രം തന്നതും കാശ് തന്നതും സൗകര്യങ്ങൾ ഒരുക്കി തന്നതും ഒക്കെ കിഴക്കേ പാണ്ടിക്കാട് മഹല്ല് നിവാസികളായ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, കമ്മിറ്റി ഭാരവാഹികളാണ്. ഈ നാട്ടിലുള്ള നല്ലവരായ ഉമ്മമാര്, സഹോദരിമാരാണ്. റബ്ബേ ഈ നാട്ടുകാർ ഈ 5 വർഷം ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. ഭക്ഷണം തന്നവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. വസ്ത്രം തന്നവർക്ക് സ്വർഗീയ വസ്ത്രം നൽകണേ അല്ലാഹ്. റബ്ബേ കാശ് തന്നവർക്ക് ഖൈറായ സമ്പത്ത് നീ ധാരാളം നൽകണേ അല്ലാഹ്. റബ്ബേ ഇൽമിനോടും ഇൽമിന്റെ അഹ്ലുകാരോടും ദർസിനോടും ഈ നാട്ടുകാർ കാണിച്ച സ്നേഹം അതിന് പകരമായി നീ സ്വർഗം നൽകണേ അല്ലാഹ്. നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഞങ്ങളെ ശിഷ്യന്മാരൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എല്ലാ മേഖലയിലും അവർക്ക് വിജയം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.